പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഉന്നത ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും നിർണായക പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥാനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് അതിൻ്റെ പേര്. 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട് കേരളത്തിൽ. ഒന്ന് കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ അത് സംസ്ഥാന ഗവൺമെൻറ് ഒരു പാനൽ ശുപാർശ അതിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ സംസ്ഥാന ഗവൺമെൻറ്റിന് യാതൊരു നിയന്ത്രണവുമില്ല. എന്നാൽ വേറൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യസ്ഥനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിൻ്റെ തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയന്ത്രിക്കുക. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുക്കുള്ള ഇപ്പോഴത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഡീലിമിറ്റേഷനുണ്ട്, മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം. ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു അംഗമായിരിക്കും. ഇപ്പോൾ നമ്മൾ വ്യാപകമായി പറയുന്ന എന്താണ്, 2029 ലോക്സഭയിലും നിയമസഭയിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉള്ള 140 മണ്ഡലങ്ങൾ 210 മണ്ഡലങ്ങളായി നിയമസഭാ മണ്ഡലങ്ങളായി മാറുമെന്നും ഇപ്പോഴത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ 30 ലോക്സഭാ മണ്ഡലങ്ങളായി മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചയുണ്ട്. അതിനകത്ത് BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തെക്കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകളുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി UDF കോഴിക്കോട് കോർപ്പറേഷനിൽ തോറ്റു എന്നുള്ള ആരോപണമുണ്ട്. ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചത് എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അംഗമായിരിക്കും. നമുക്കറിയാം, ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ച സമയങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തൊക്കെ ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് വന്നിട്ടുള്ളത്. കാരണം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണല്ലോ. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെലവെന്ന് പറയുന്നതിന് ഏതാണ്ട് 10,000 കോടി രൂപയാണ് അവർക്ക് പദ്ധതി വിഹിതമായിട്ട് ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിത്തട്ടിൽ അവരുടെ സ്വാധീനം നിലനിർത്താനും വളർത്താനും വേണ്ടി അവർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ അതാത് ഭരണ പാർട്ടികളുമായി അടുത്ത് നിൽക്കുന്ന ആളായിരിക്കണം എന്നുള്ളൊരു കീഴ്വഴക്കം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കീഴ്വഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും IAS-ൽ നിന്ന് റിട്ടയർ ചെയ്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വരിക. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, UDF സർക്കാർ ഈ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാൻ തീരുമാനിച്ചു. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തീരുമാനിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അതിന് ഗവർണറുടെ അംഗീകാരത്തിലേക്ക് ആ ഫയൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ആ തീരുമാനിച്ച ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് N. ശേഷാദ്രിനാഥൻ എന്നാണ്. N. ശേഷാദ്രിനാഥൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ റിട്ടയർഡ് ജില്ലാ ജഡ്ജാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ആ വിമർശനം എന്ന് പറയുന്നത് അയാൾ അടിമുടി ഒരു സംഘപരിവാറുകാരനാണ് എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അയാളൊരു വിശ്വാസിയാണ്. ആ വിശ്വാസിക്ക് ആ സ്ഥാനത്തിരുന്നാൽ എന്താണ് എന്ന് ചോദിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ KM ഷാജിയാണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് പിന്നീട് വരാം. ഷാജി പറയുന്നത് ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വന്നാൽ എന്താ കുഴപ്പമെന്നായിരിക്കും. പക്ഷേ ഷാജി മനസ്സിലാക്കേണ്ട കാര്യം, അയാൾ ഒരു വിശ്വാസി മാത്രമല്ല, അയാൾ അടിമുടി സംഘപരിവാറുകാരനാണ്. വിശ്വാസി ആ സ്ഥാനത്തേക്ക് വരുന്നതിനൊന്നും ആരും എതിർക്കില്ല. വിശ്വാസി മാത്രമായിരുന്നു N. ശേഷാദ്രിനാഥനെങ്കിൽ ശേഷാദ്രിനാഥൻ ആ സ്ഥാനത്ത് വരുന്നത് എതിർപ്പിന് വിധേയമാകുമായിരുന്നില്ല. ഇപ്പോൾ അത് വ്യാപകമായിട്ടുള്ള എതിർപ്പിന് വിധേയമായിരിക്കുന്നത് അയാൾ അടിമുടി ഇപ്പോൾ സംഘപരിവാറുകാരനും പഠിക്കുന്ന കാലത്ത് അടിമുടി CPM-കാരനായിരുന്നു എന്നുമുള്ളത് കൊണ്ടാണ്. 2 കാരണങ്ങളാണ് അയാൾക്കെതിരെ വിമർശനമായിട്ട് ഉയർന്നു വരിക. ഒന്ന്, പഠിച്ചിരുന്ന കാലത്ത് SFI-യും CPM-ഉമായിരുന്നു. ഇപ്പോൾ അയാൾ അടിമുടി സംഘപരിവാറുകാരനാണെന്നും
സംഘപരിവാര അനുകൂലികളായിട്ടുള്ള ജഡ്ജിമാരുടെയോ അല്ലെങ്കിൽ വക്കീലന്മാരുടെയോ അവരുടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലെ അയാൾ അംഗമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അയാൾ സംഘപരിവാറുകാരനാണെന്നുള്ളത് BJPയുടെ അഭിഭാഷകർ തന്നെ ഏതാണ്ട് സമ്മതിക്കുന്നുണ്ട്. അയാളൊരു വിശ്വാസി മാത്രമല്ല, അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ സംഘപരിവാറുകാരനാണ്. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കിയാൽ അയാൾ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള പ്രഫുൽ പട്ടേലുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഭരണം BJPയുടെ ഭരണത്തിൽ കാൽ കീഴിലാക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരിക്കുന്ന പ്രഫുൽ പട്ടേലിനുമായി ഹസ്തദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയാളുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അത് പ്രഫുൽ പട്ടേലിൻ്റെ തന്നെ ഫേസ്ബുക്കാണ്, ശേഷാദ്രിനാഥിൻ്റെ ഫേസ്ബുക്കല്ല, പ്രഫുൽ പട്ടേലിൻ്റെ തന്നെ ഫേസ്ബുക്കാണ്. അതിൽ അയാൾ ശേഷാദ്രിനാഥനെ ഈ പറഞ്ഞ പോലെ വാനോളം പുകഴ്ത്തുന്നതും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. ആ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ശേഷാദ്രിനാഥൻ അടിമുടി സംഘപരിവാരകാരനാണ് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും ആർക്കുമില്ല. അയാളൊരു ഹിന്ദു വിശ്വാസി മാത്രമല്ല. അയാളെ UDFിൻ്റെ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ സതീശന് മാത്രമല്ല ഉത്തരവാദിത്വം, എല്ലാ മന്ത്രിമാർക്കും ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കോണം. അയാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത സത്യം പറഞ്ഞാൽ അടിമുടി ഈ ഞെട്ടലോടുകൂടിയാണ് ജനങ്ങളും UDFിന് വോട്ട് ചെയ്തവരും മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളും ഒക്കെ കേട്ടത്. അടിമുടി ഞെട്ടലോടുകൂടിയാണ്. സാധാരണഗതിയിൽ ഇതുപോലെ CPMൻ്റെ സമയത്താണ് ഇതുപോലൊരു നിയമനം നടക്കുന്നതെങ്കിൽ വിമർശനം വരും, വിമർശനം അങ്ങ് അലിഞ്ഞങ്ങ് പോകും. കാരണം പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മറവാക്കില്ലല്ലോ. അയാൾ തീരുമാനിച്ചാൽ അതാണല്ലോ തീരുമാനം. ലോ അൺ ടു ദംസെൽസ് എന്ന ഹിറ്റ്ലറിൻ്റെ കാലത്ത് പറഞ്ഞ പോലെ അയാളായിരുന്നല്ലോ നിയമം. അയാൾ നിയമിച്ചു കഴിഞ്ഞാൽ അത് പോകും. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യമുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായി ഇതിനെതിരെ രംഗത്ത് വന്നു. PM നിയാസ് രംഗത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അയാൾ ചാനലുകളോട് പ്രതികരിച്ചു. ഇയാൾ സംഘപരിവാറുകാരനാണ്, ഇയാളെ വെക്കരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പ്രതികരിച്ചു. അയാൾ 2 പേജിൻ്റെ ഒരു കത്ത് KPCC പ്രസിഡന്റും രമേശ് ചെന്നിത്തലയ്ക്കും ദീപാദാസ് മുൻഷിക്കും AICCക്കും ഒക്കെ കൊടുത്തു സുഹൃത്തുക്കളെ. ആ PM നിയാസിൻ്റെ ഒരു പ്രതികരണം നമ്മളൊന്ന് കേൾക്കണം. അതാണ് ഇനി നമ്മൾ ഒന്ന് കേൾക്കാൻ പോകും. പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് പണയം വെക്കുന്ന ഒരു നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഘിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിയെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ UDF അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രയും സുപ്രധാനമായ പദവിയിലേക്ക് വെക്കുന്നത് തെറ്റാണ് എന്ന എൻ്റെ ആത്മരോഷമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. നമ്മുടെ AGയെ പോലെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയെ പോലെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെയുള്ള പദവിയല്ല. അത് ഭരണഘടനാപരമായ ഏറ്റവും വലിയ പദവിയാണ്. അതിൽ ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ അത് ഗവർണർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷക്കാലത്തേക്ക് അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് നടപടി വേണം. ഇംപീച്ച്മെൻറ്റ് നടപടി നടന്ന് പ്രസിഡൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ മാറ്റാൻ കഴിയുള്ളൂ. ഇതിലേറ്റവും പ്രധാനമായും ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ 4 or 5 തവണ പത്രക്കാരെ കണ്ടതാണ്. അന്ന് ഞങ്ങളുടെ പരാതി ഏറ്റവും പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ഡീലിമിറ്റേഷൻ ഏകപക്ഷീയമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പേരിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ BJPക്ക് 800 വോട്ടുകൾ പോലുമുള്ള വാർഡുകളാക്കി BJPക്ക് മാറ്റിക്കൊടുത്തുകൊണ്ടാണ് കോഴിക്കോട് UDFന് പരാജയം സംഭവിക്കാനിടയായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളോളം BJP കിട്ടിയതും അങ്ങനെയാണ്. അങ്ങനെയുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് 941 പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഒറ്റ പഞ്ചായത്തിലെ ഒരാവശ്യങ്ങൾ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി LDFന് അനുകൂലമായി നിന്ന് നമുക്ക് അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. മാത്രമല്ല 2029 ഡീലിമിറ്റേഷൻ വരികയാണ്. കേരളത്തിൽ 20 പാർലമെൻറ്റ് 30 പാർലമെൻറ്റ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് 140 സീറ്റുകൾ അത് 200-ലേറെ സീറ്റുകളായി വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ കൺവീനറായി പ്രവർത്തിക്കുന്ന സ്ഥിരാംഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പദവിയാണ്. ആ പദവിയിൽ UDFന് എതിരായി നിൽക്കുന്ന കാലാകാലങ്ങളിൽ അദ്ദേഹം പഠിച്ചത് ഞാൻ പഠിച്ച കാലത്തിലാണ്. ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം SFIയുടെ ഏറ്റവും സജീവമായ പ്രവർത്തകനും നേതാവുമായിരുന്നു.
ലോ കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ജൂനിയറായി എനിക്ക് അവിടെ പഠിക്കാൻ വന്നത്. അന്ന് കേസ് നേരിടാൻ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. താമസിച്ചത് ഞാൻ കൗൺസിലറായിട്ടുള്ള ചാലപ്പുറത്ത് തളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മവും അതുപോലെ താമസവും ഒക്കെ മുന്നോട്ട് പോയത്. അദ്ദേഹം LLB കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയത് കോഴിക്കോടാണ്, മഞ്ചേരി സുന്ദരരാജൻ്റെ കീഴിലാണ്. അന്ന് ഒരു കാലത്തും UDF കോൺഗ്രസോ ആയിട്ടില്ലാത്ത, എന്നും UDFനും കോൺഗ്രസിനും എതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഘിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിയെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ, UDF അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രയും സുപ്രധാനമായ പദവിയിലേക്ക് വെക്കുന്നത് തെറ്റാണ് എന്ന എൻ്റെ ആത്മരോഷമാണ്. അതെൻ്റെ ആത്മരോഷം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി പാർട്ടിക്ക് വേണ്ടി SFIക്കാരോടും DYFIക്കാരോടും CPMമാരോടും പോലീസുകാരോടും അതിശക്തമായി എതിരിട്ട് അവരോട് പോരാടി ജയിൽ ശിക്ഷ അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ചു വന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവർ CPMനെതിരായും അതുപോലെ സംഘികൾക്കെതിരായും നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവരുടെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയാണിത്. ഇതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതം മുഴുവനും കോഴിക്കോടാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന കാലത്തും അദ്ദേഹം ജോലി ചെയ്ത് തുടങ്ങിയ കാലത്തും അദ്ദേഹം മജിസ്ട്രേറ്റ് ആവുന്നത് വരെയുള്ള കാലത്തും അതിനുശേഷമുള്ള കാലത്തും ഒരു കാലത്തും കോൺഗ്രസിന് അനുകൂലമായോ കോൺഗ്രസിന് ഒരു അനുതാപപരമായ നിലപാടും എടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇതുപോലെ തന്ത്രപ്രധാനമായ ഒരു തസ്തികയിൽ ഉണ്ടായാൽ കോൺഗ്രസിന് സർവനാശമാണ്, UDFന് സർവനാശമാണ് ഉണ്ടാവുക. അത് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പാകെയല്ല, എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടാണ്. എൻ്റെ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള KPCCയുടെ പ്രസിഡന്റോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഉള്ള ഒരു മന്ത്രിസഭയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത് തെറ്റായിപ്പോയി, വേദനയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. PM നിയാസ് വിശദമായിട്ടുള്ളൊരു കത്തും ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താ? ഒന്ന്, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം, ഏതാണ്ട് 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാന ഉദ്യോഗസ്ഥൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതിലുപരി ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിലും ആ കമ്മിറ്റിയിലും അംഗമായിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി UDF ഭരിക്കുമ്പോൾ, മുസ്ലിം ലീഗും കൂടി ആ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ, മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ വലിയ വാദം നടത്തുന്നു എന്ന് പറഞ്ഞ KM ഷാജിയുടെ തന്നെ വകുപ്പ്, ഒരു സംഘപരിവാരുകാരനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ശുപാർശ ചെയ്യുന്നു പറഞ്ഞാൽ ഇത് എന്താണ് സുഹൃത്തുക്കളെ ഈ നടക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇത് അർദ്ധരാത്രി നേരം വെളുക്കുന്നത് പോലെയല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ആ വലിയ ഈ പറഞ്ഞതുപോലെ സിംഹം KM ഷാജി, ഞാനൊക്കെ എത്രയോ വീഡിയോകളിൽ KM ഷാജിയെ കുറിച്ചിട്ടും KM ഷാജി എന്ന വാഗ്മിയെ കുറിച്ചിട്ടും അയാളുടെ വാദഗതികളെ കുറിച്ച് അയാൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്ന്. എങ്ങനെയുണ്ട്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വന്നിട്ട് പറയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഞങ്ങൾ കൂട്ടായിട്ടാണ് ഈ സംഘപരിവാരുകാരനെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന്. ഇത്ര ഗതികെട്ട ഒരവസ്ഥയായത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ഗതികെട്ട ഒരവസ്ഥയാണ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങളെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിനകത്ത് തന്നെ ഇത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെന്നും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ PK കുഞ്ഞാലിക്കുട്ടി ഈ തീരുമാനത്തിൽ അസ്വസ്ഥനാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും തീരുമാനിക്കാൻ കഴിയാത്തതിന് അപ്പുറത്തൊരു തീരുമാനം ഈ അടിമുടി സംഘപരിവാരുകാരനായിട്ടുള്ള ഈ N ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ഉണ്ടായി എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മന്ത്രിസഭയിൽ ശ്രീമാൻ VD സതീശൻ അനൗദ്യോഗികമായി പറഞ്ഞത് 3 ഹൈക്കോടതി ജഡ്ജിമാർ ഈ ശേഷാദ്രിനാഥൻ്റെ പേര് നിർദ്ദേശിച്ചു, അതുകൊണ്ട് ആണ് അയാൾ വന്നത് എന്നാണ്. അത് വലിയ അപകടമാണ് അങ്ങനെയാണെങ്കിൽ. ഹൈക്കോടതി ജഡ്ജിമാർ 3 പേര് അവരടിമുടി സംഘപരിവാരുകാരനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കണം എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ അർത്ഥം. അത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചു എന്ന് പറയുന്നത് അത് അതിനേക്കാൾ അപകടമല്ലേ? മുഖ്യമന്ത്രി അത് അംഗീകരിക്കാൻ പാടുണ്ടോ? മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനല്ലേ? മുഖ്യമന്ത്രി പറയണ്ടേ ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു സ്ഥാനമാണ്,
ആ സ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഘപരിവാരകാരനെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആർജവത്തോടുകൂടി പറയേണ്ട മുഖ്യമന്ത്രി 3 ജഡ്ജിമാർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാളെ നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് വരുന്നത് ഏറ്റവും വലിയ അപകടമല്ലേ സുഹൃത്തുക്കളെ? ഈ സംഘപരിവാരകാരനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ മന്ത്രിമാർക്കും ഇല്ലേ? പക്ഷേ ഭാഗ്യവശാൽ CPM അല്ല കോൺഗ്രസ്, അപ്പോൾ അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതിനകത്ത് വിമർശനത്തിന് ഇടമുണ്ട്. അതുകൊണ്ടാണ് PM നിയാസ് എന്ന് പറഞ്ഞ ആർജവമുള്ള കമ്മിറ്റ്മെൻറ്റുള്ള കോൺഗ്രസ് നേതാവ് അതിശക്തമായി അയാൾ പുറത്തു വന്ന് എല്ലാ ചാനലുകളോടും പ്രതികരിച്ചു. അയാൾ കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ആ നിയമനം നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഈ തീരുമാനം നടപ്പാക്കുന്നതിനെതിരെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ശ്രീമാൻ KC വേണുഗോപാലിൻ്റെ ശ്രദ്ധയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹവും അത് വളരെ ഗൗരവമായിട്ടാണ് എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് ഈ വിഷയം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവ വികാസമാണ് നമ്മൾ ഓർക്കണം. UDF എന്ന് പറയുന്നത് ഒരു മതേതര മുന്നണിയല്ലേ സുഹൃത്തുക്കളെ? മുസ്ലിം ലീഗ് പോലും മതേതര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയല്ലേ സുഹൃത്തുക്കളെ? ആ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ കൂടി മൗനാനുവാദത്തോടുകൂടി 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് ഒരു അടിമുടി സംഘപരിവാറുകാരനായിട്ടുള്ള N ശേഷാദ്രിനാഥൻ വരുന്നു എന്നത് നമുക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ കഴിയില്ല? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് നടപ്പിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നടപ്പിലായാൽ അത് ഈ ഗവൺമെൻറ്റിനെ ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിക്കുന്നത് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം, മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ട് എന്ന് ഞാൻ പറയില്ല, കാരണം PK കുഞ്ഞാലിക്കുട്ടിക്ക് അതിനോട് യോജിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ PK കുഞ്ഞാലിക്കുട്ടിക്ക് പോലും മൗനമായി ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഈ അടിമുടി സംഘപരിവാറുകാരൻ ഈ കേരളത്തിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ആണ് ഞാൻ നിലനിർത്തുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.